ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വആലിഹി വഅസ്ഹാബിഹി ഗുർറിൽ മയാമീൻ വഅലാ അസ്വാജിഹി الطيبات الطاهرات أمهات المؤمنين ومن تبعهم بإحسان إلى يوم الدين ثم أما بعد. സ്നേഹാദരങ്ങളായ സഹോദരന്മാരെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നതും പഠിക്കുന്നതും എന്തുകൊണ്ട് ദുആ എന്നുള്ള വിഷയമാണ്. വിശുദ്ധ റമദാൻ മാസം ദുആഇൻ്റെ മാസമാണ്. നോമ്പുകാരൻ ദുആക്ക് ഉത്തരം ലഭിക്കുന്ന ഭാഗ്യവാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നോമ്പിൻ്റെ വിഷയങ്ങൾ പ്രതിപാദിച്ചപ്പോൾ ദുആഇനെക്കുറിച്ച് പ്രത്യേകം പരാമർശിച്ചു. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാം എന്ന് പറഞ്ഞ് നോമ്പിൻ്റെ വിഷയത്തിലെ ഒന്നാമത്തെ വചനം. പിന്നെ അയ്യാമം മഅദൂദാത്ത് ഫമൻ കാന മിൻകും മരീദൻ എന്ന് തുടങ്ങി രണ്ടാമത്തെ വചനം നോമ്പിൻ്റെ വിഷയത്തിൽ. പിന്നെ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് തുടങ്ങി നോമ്പിൻ്റെ വിഷയത്തിലെ മൂന്നാമത്തെ വചനം. ഇപ്പോൾ തുടർച്ചയായിട്ടാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന് തുടങ്ങി നോമ്പിൻ്റെ വിഷയത്തിലെ ഈ തുടർച്ചയിൽ ദുആഇനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ആയത്തിന് ശേഷം പിന്നെ നോമ്പിൻ്റെ വിഷയം തന്നെ. ഉഹില്ല ലക്കും ലൈലത സിയാമി റഫസു ഇലാ നിസായിക്കും എന്ന് തുടങ്ങി നോമ്പിൻ്റെ വിഷയം തുടർത്തി. അപ്പോൾ ഈ 5 വചനങ്ങൾ നോമ്പിൻ്റെ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ് സൂറത്തുൽ ബഖറയിൽ. ഇതിലൊരു വചനം ഇടയിൽ ദുആഇനെ ഉണർത്തിക്കൊണ്ടാണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിസംബോധന ചെയ്ത് പറയുകയാണ്, താങ്കളോട് എന്നെക്കുറിച്ച് എൻ്റെ അടിമകൾ ചോദിച്ചാൽ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഞാൻ ഖരീബാണ്, സമീപസ്ഥനാണ്. ഇതാണ് അതിനോട് പ്രതികരിക്കേണ്ടത്. എന്നെക്കുറിച്ച് ചോദിച്ചാൽ ആ ചോദ്യത്തിനുള്ള പ്രതികരണം ഇതാണ്, ഞാൻ സമീപസ്ഥനാകുന്നു. ഖരീബ് വ്യാകരണത്തിൽ അഗാധാർത്ഥ പ്രയോഗം എന്ന് പറയും. അസീഗത്തുൽ മുബാലഗ, ഖരീബ്, ഫഈൽ, വസ്ൻ, ഏറ്റവും അടുത്തവൻ, സമീപസ്ഥൻ എന്ന അർത്ഥത്തിലാണ് ഖരീബ്. എന്നിട്ട് പറഞ്ഞു ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാൻ, ദുആ ചെയ്യുന്നവൻ്റെ ദുആക്ക് ഞാൻ ഉത്തരം നൽകും, അവൻ എന്നോട് ദുആ ചെയ്താൽ. ഫൽയസ്തജീബൂ ലി, അതുകൊണ്ട് എൻ്റെ ദാസന്മാർ എന്നോട് ഉത്തരം തേടട്ടെ. വൽയുഅ്മിനൂ ബി, എന്നെ സത്യപ്പെടുത്തുകയും വിശ്വസിച്ച് അംഗീകരിക്കുകയും ചെയ്യട്ടെ. ലഅല്ലഹും യർഷുദൂൻ, അവർ സന്മാർഗദർശികളും തൻ്റേടികളുമാകും, അല്ലെങ്കിൽ അങ്ങനെ ആകുന്നതിന് വേണ്ടി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഈ ആയത്തിൽ നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ശൈലി. ഈ ആയത്ത് അവതരിപ്പിക്കാനുള്ള ഒരു കാരണം ഇമാം ബബരി നൽകിയിട്ടുണ്ട്, ഇബ്നു അബി ഹാത്തിം തഫ്സീറിൽ നൽകിയിട്ടുണ്ട്, അതുപോലെ ഇമാം ബഗവി നൽകിയിട്ടുണ്ട്. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിലേക്ക് ഒരാൾ വന്നിട്ട് പറയുകയാണ്, യാ മുഹമ്മദ് അഖരീബുൻ റബ്ബുന ഫനുനാജിഹി
അം ബഈദുൻ ഫനുനാദീഹി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയാൾ വിളിച്ചിട്ട് പറയുകയാണ്, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അഖരീബുൻ റബ്ബുന, ഞങ്ങളുടെ റബ്ബ് അടുത്താണോ? എങ്കിൽ ഫനുനാജീഹി, രഹസ്യമായി പതുക്കെ റബ്ബിനോട് സംസാരിച്ചാൽ മതി, അടുത്താണ് എങ്കിൽ. അം ബഈദുൻ, അതല്ല റബ്ബ് വിദൂരത്താണോ, അകലത്തിലാണോ? ഫനുനാദി, അങ്ങനെയാണെങ്കിൽ രഹസ്യമായി പറഞ്ഞാൽ പോരാ, പിന്നെ വിളിച്ചു പറയണം. അപ്പം റബ്ബ് ഖരീബാണോ അതല്ല ബഈദാണോ? അപ്പോഴാണ് ഈ വചനം ഇറങ്ങിയത് എന്നാണ്. വൈദാ സഅലക ഇബാദി അന്നി, എൻ്റെ അടിയാന്മാർ എന്നെക്കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ, ഫഇന്നി ഖരീബുൻ, ഞാൻ വളരെ അടുത്താണ്, വളരെ അടുത്താണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, ദുആ ചെയ്യുന്നവൻ എന്നോട് ദുആ ചെയ്താൽ ഞാൻ അവന് ഉത്തരം നൽകും. ഇങ്ങനെ ഈ വചനം അപ്പോൾ അവതീർണമായി എന്നാണ് ഈ പണ്ഡിതന്മാർ ഉണർത്തുന്നത്. നോമ്പുകാരൻ ദുആ ഇരക്കുന്നവനാണ്, ദുആ ഇരക്കുന്നവനാകണം. അവൻ്റെ ദുആ അത് കൃത്യവും ശരിയായ നിലയിലുമായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ആ പ്രയോഗങ്ങൾ, അതിൻ്റെ ശൈലി ഒന്ന് നോക്കൂ നിങ്ങൾ. ശരിക്കും മനസ്സിരുത്തി വായിക്കേണ്ട പ്രയോഗമാണ്. സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 3 ദുആകൾ ഉത്തരം ലഭിക്കപ്പെടുന്ന ദുആയാണ്, 3 ദുആകൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദഅവത്തു സ്വായിം, നോമ്പുകാരൻ്റെ ദുആ അതിലൊന്നാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തുൽ മുസാഫിർ, ദഅവത്തുൽ മദ്ലൂം, യാത്രക്കാരൻ്റെ ദുആ, പിന്നെ മർദിദൻ്റെ ദുആ, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ 3 ദുആകൾക്കും അള്ളാഹു ഉത്തരം നൽകുമെന്നാണ്. അവിടെ ദഅവത്തുസ്സായിം, നോമ്പുകാരൻ്റെ ദുആ. ചില റിപ്പോർട്ടിൽ ഈ 3 ദുആകൾ ഉത്തരം നൽകപ്പെടുന്നതിൽ ദഅവത്തുൽ വാലിദ് അലാ വലദിഹി, അല്ലെങ്കിൽ ദഅവത്തുൽ വാലിദ്, വാലിദിൻ്റെ ദുആ എന്നാണ്, മാതാപിതാക്കളുടെ ദുആ. അത് മക്കൾക്കെതിരിലാണ് എങ്കിൽ അത് ഉത്തരം നൽകപ്പെടുന്ന ദുആയാണ് എന്ന അർത്ഥത്തിൽ വന്നിട്ടുണ്ട് പ്രയോഗം. പക്ഷേ ഇവിടെ നമ്മുടെ വിഷയം ദഅവത്തുൽ സായിം, നോമ്പുകാരൻ്റെ ദുആ, അത് അള്ളാഹു ഉത്തരം നൽകുന്ന ദുആയാണ് എന്നാണ്. നോമ്പുകാരൻ്റെ പകലിലും അന്തിയിലുമൊക്കെ അവൻ്റെ ദുആ പടച്ചോൻ കേട്ട് ഉത്തരം നൽകുന്ന ദുആയാണെന്ന് പറയുമ്പോൾ നമ്മൾ നോമ്പുകാർ അനുഗ്രഹീതരാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ ആത്മാർത്ഥമായി ദുആ ഇരക്കേണ്ട ആളുകളാണ്. വിശിഷ്യ നോമ്പ് തുറക്കുന്ന സമയം അത് വേറെ തന്നെ പരാമർശിക്കപ്പെട്ടു. ഇന്നലി സായിമി ഇൻദ ഫിത്രിഹി ലദഅവതൻ മാ തുറദ് എന്നാണ് തിരുമൊഴി. നോമ്പ് തുറക്കുന്ന സമയം നോമ്പെടുത്തവന് തിരസ്കരിക്കപ്പെടാത്ത, മടക്കപ്പെടാത്ത ദുആയുണ്ട് എന്നാണ്. അതിൻ്റെ അർത്ഥം അള്ളാഹു ആ സമയത്ത് ദുആ ചെയ്യുന്ന നോമ്പുകാരൻ്റെ ദുആ കേട്ടുത്തരം ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് ഈ വിഷയം ദുആ എന്തുകൊണ്ട് എന്ന ശീർഷകത്തിൽ ഇത് പറയാൻ കാരണം, നമ്മൾ ദുആക്ക് ഉത്തരം ലഭിക്കപ്പെടുന്ന ഭാഗ്യവാന്മാരാണ്. റമദാൻ മാസത്തിലാണ്, നോമ്പുകാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം തരുമെന്ന് നമുക്ക് ഉറപ്പും തന്നു, നമ്മളോട് വാഗ്ദാനം നൽകി, നമ്മെ സുവിശേഷം അറിയിച്ചു. പക്ഷെ നമ്മൾ ശരിയാം വിധം അള്ളാഹുവിനെ വിളിക്കാൻ, അള്ളാഹുവിനോട് കേഴാൻ, അള്ളാഹുവിനോട് കരയാൻ നമ്മൾ അവസരം കാണണം. നമുക്കൊക്കെ എത്ര വിഷയങ്ങളുണ്ട്. ഇഹത്തിൽ പരത്തിൽ നമ്മൾ അഭിലഷിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന, നമുക്ക് സഫലീകൃതമാകാൻ നമ്മളുടെ മനസ്സിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന എത്ര വിഷയങ്ങൾ. അതിലൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി
ദുആ ഇറക്കാനുള്ള അവസരമാണ് ഈ വിശുദ്ധ റമദാൻ മാസം. ഇന്നല്ലാഹ ലാ യഖ്ബലു ദുആ മിൻ ഖൽബി ഗാഫിലിൻ ലാഹിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അശ്രദ്ധമായവൻ്റെ കൽബിൽ നിന്ന് അള്ളാഹു ദുആ സ്വീകരിക്കൂല. അശ്രദ്ധമായ ആളുടെ ദുആ, നാവ് പറയുന്നുണ്ട്, ഒച്ചുണ്ട്, പക്ഷേ മനസ്സിൽ തട്ടിയല്ല ദുആ എങ്കിൽ ആ ദുആ അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കൂല. നമ്മുടെ മനസ്സിൽ തട്ടി നമ്മൾ അള്ളാഹുവിനോട് കേണാൽ, അള്ളാഹുവിനോട് കരഞ്ഞാൽ അള്ളാഹു കനിയും, അവൻ്റെ കാരുണ്യം ഭവിക്കും, അതുറപ്പാണ്. പക്ഷേ നമ്മൾ നമ്മുടെ മനസാന്നിധ്യത്തിൽ നമ്മുടെ വിളി അള്ളാഹുവിലേക്ക് ഉയർത്താൻ, അള്ളാഹുവിനോട് കേഴാൻ അവസരം ഉണ്ടാക്കണം എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത് നോക്കൂ നിങ്ങൾ, ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി, വിളിക്കുന്നവൻ്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകും, അവൻ എന്നെ വിളിച്ചാലെന്നാണ്, എന്നോട് ദുആ ചെയ്താലെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദുഉല്ലാഹ് വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, അള്ളാഹിനോട് ദുആ ചെയ്യും, അള്ളാഹു ഉത്തരം നൽകുമെന്ന ഉറപ്പോടുകൂടി. പടച്ചോൻ കനിയോ, അള്ളാഹു തരുമോ, ഇങ്ങനെ ശങ്കയിൽ സംശയത്തിൽ അല്ല അള്ളാഹിനെ വിളിക്കേണ്ടത്. പിന്നെയോ അള്ളാഹു തരും എന്ന ഉറപ്പിലാണ് അള്ളാഹുവിനെ വിളിക്കേണ്ടത് എന്ന് നബിയുനാ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ സംശയത്തിലാണ്, ശങ്കയിലാണ്. നമ്മൾ പാപികളല്ലേ, നമ്മൾ ദോഷികളല്ലേ, എത്രയെത്ര തെറ്റുകൾ ചെയ്തവരാണ്, നമ്മൾ അള്ളാഹിനോട് വിളിക്കാൻ യോഗ്യരാണോ, അള്ളാഹുവിലേക്ക് കേഴാൻ നമ്മൾ അർഹരാണോ? അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹിനെ നേരിട്ട് വിളിക്കാൻ, നേരിട്ട് കേഴാൻ അവസരമില്ല എന്ന രീതിയിൽ ഇച്ഛാഭംഗപ്പെട്ടുകൊണ്ടാണ് പല ആളുകളും ഉള്ളത്. ഏത് പാപിയാണെങ്കിലും എത്ര ദോഷിയാണെങ്കിലും അള്ളാഹു പറഞ്ഞത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് എന്നും, അള്ളാഹിൻ്റെ റഹ്മത്തിൽ നിങ്ങളൊരിക്കലും നിരാശപ്പെടരുതേ എന്നാണ്. അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം എന്നാണ്, സ്വന്തത്തോട് തെറ്റിൽ അതിരിവിട്ടവർ, അവരോടാ പറയുന്നത് ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഫഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅൻ, തെറ്റുകളെല്ലാം അള്ളാഹു പൊറുക്കും, മാപ്പാക്കും. അതുകൊണ്ട് അള്ളാഹിനെ വിളിക്കാൻ, അള്ളാഹിനോട് കരയാൻ, കേഴാൻ നമ്മൾ പഠിപ്പിക്കപ്പെടാൻ. നമുക്ക് വിളിക്കാനും കേഴാനും നമ്മളെത്ര ആരാണെങ്കിലും നമ്മളുടെ സൃഷ്ടാവായ, നമ്മുടെ അന്നദാതാവായ, നമുക്ക് അനുഗ്രഹം കനിയുന്നവനായ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല മതി. നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജീവിച്ച നാളിൽ തിരുസവിധത്തിൽ അരങ്ങേറിയ ചില സംഭവങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ആളുകൾ വന്ന് അവരുടെ ആവശ്യങ്ങൾ അള്ളാഹുവിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർത്താൻ വേണ്ടി അള്ളാഹുവിനോട്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ട സംഭവങ്ങൾ പലത് കാണാം. ജീവിച്ചിരിക്കുന്ന സൽവൃത്തർ, സജ്ജനങ്ങൾ, സൽപുരുഷന്മാർ, അവരോട് നമുക്ക് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. അവർ അള്ളാഹിനോട് തേടാൻ, അള്ളാഹുവിനോട് കേഴാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ പലരും പല വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചിട്ടുണ്ട്. ഒരു ഉമ്മ ഒരു കുട്ടിയെയും കൊണ്ടുവന്നു. എന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ ലഹു, തിരുദൂതരെ അള്ളാഹുവിനോട് ദുആ ചെയ്യൂ ഈ കുട്ടിക്ക് വേണ്ടി. ഇന്നഹു യസ്തകി, ഈ കുട്ടി ദീനത്തിലാണ്, രോഗത്തിലാണ്. ഇന്നി അഖാഫു അലൈഹി, ഈ കുട്ടിയുടെ വിഷയത്തിൽ എനിക്ക് പേടിയുണ്ട്. ലിഅന്നി ദഫൻതു സലാസതൻ ഖബ്ലഹു, കാരണം ഈ കുട്ടിൻ്റെ മുമ്പ് 3 കുട്ടികളെ ഞാൻ മറമാടിയ ഉമ്മയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഉമ്മക്ക് 3 കുട്ടികൾ മരിച്ചിട്ടുണ്ട്, 4ാമത്തെ കുട്ടിയും ദീനത്തിലാണ്. അപ്പോൾ ആ കുട്ടിയെ എടുത്തിട്ടാണ് വരുന്നത്. എന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ ലഹു, ഈ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യൂ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്ചര്യചിത്തനായി, ദഫൻതി സലാസ, 3 നിങ്ങൾ മറമാടിയോ? മുന്തു അസ്ലംതി, നിങ്ങൾ ഇസ്ലാം ആശ്ലേഷിച്ചതിനിപ്പുറം? അപ്പോൾ അവർ പറയാണ്, നാം ദഫൻതു സലാസതൻ,
അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് പ്രതികരിച്ചത് ലഖദ് ഇഹ്തദർതി മിനന്നാരി ബിഹിദാരിൻ ശദീദിൻ, നിങ്ങൾ നരകത്തിൽ നിന്ന് ശക്തമായ ഒരു മറയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ക്ഷമയിൽ, മക്കൾ നഷ്ടപ്പെട്ടപ്പോഴുള്ള നിങ്ങളുടെ ഈ ഒരു സഹനത്തിൽ വലിയ പ്രതിഫലമാണ്. നരകത്തിൽ നിങ്ങൾ കാക്കപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ആശ്വസിപ്പിച്ചു. ഞാനിവിടെ ഉദ്ധരിച്ചത് ദീനം വന്ന തൻ്റെ കുഞ്ഞിൻ്റെ വിഷയത്തിൽ തിരുസവിധത്തിലേക്ക് വന്നിട്ട് പറയാണ് ഉദ്ഉല്ലാഹ ലഹു, ഈ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹിനോട് തേടൂ എന്ന്. ആരോടാ പറയുന്നത്? ഈ ഉലകത്തിൽ ഏറ്റവും ശ്രേഷ്ഠവാൻ, പടപ്പുകളിൽ ഏറ്റവും മഹനീയൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹിനോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാൻ, ദീനം മാറാൻ, രോഗം വഴി മാറാൻ. കാരണം അള്ളാഹിനോട് ദുആ ചെയ്യാനാണ് അള്ളാഹു പഠിപ്പിച്ചത്. അതാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് അള്ളാഹിനോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത്. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ പറയുകയാണ്, ദഖല അലയ്യ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഇൻദി അജൂസു മിൻ ബനി ആമിർ. തിരുദൂതർ ഒരിക്കൽ എൻ്റെ അടുക്കലേക്ക് വന്നു. അപ്പോൾ ബനു ആമിർ ഗോത്രക്കാരിയായ ഒരു വൃദ്ധ സ്ത്രീ എൻ്റെ അടുക്കലുണ്ടായിരുന്നു. അപ്പോൾ തിരുദൂതർ ചോദിച്ചു, മൻ ഹാദിഹിൽ അജൂസ്, ഈ വയസ്സായ ഉമ്മ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, ഹിയ മിൻ ഖാലാത്തി, ഇതെൻ്റെ ഖാലത്തുകളിൽപ്പെട്ടവരാണ്. ഖാലത്ത് എന്ന് പറഞ്ഞാൽ മാതൃ സഹോദരി, അതിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞു വന്നപ്പോൾ ആ മഹദി പറയുകയാണ്, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ അൻ യുദ്ഖിലനി അൽ ജന്ന. തിരുദൂതരെ, അള്ളാഹു എന്നെ സ്വർഗത്തിലാക്കാൻ നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യും. ഉദ്ഉല്ലാഹ ലി, എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യും. അൻ യുദ്ഖിലനി അൽ ജന്ന, എന്നെ സ്വർഗത്തിലാക്കാൻ. അതാ മഹദി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അജൂസ്, വയസ്സായവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന അർത്ഥത്തിൽ പറഞ്ഞു. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല പറയാണ്, ഫവല്ലത്ത് തബ്കി, അവർ കരഞ്ഞുകൊണ്ട് പോയി എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേഗം അവരെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, അജൂസായ ഹാലിലാണ് സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുക. അജൂസായവരും സ്വർഗത്തിൽ പ്രവേശിക്കും, പക്ഷേ അവർ വൃദ്ധരായ അവസ്ഥയിലല്ല. പിന്നെയോ ആയത്ത് ഓതി കൊടുത്തു, ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറ ഉറുബൻ അത്റാബൻ ലി അസ്ഹാബിൽ യമീൻ എന്നുള്ള ആയത്തുകൾ ഓതിക്കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രത്യേകം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിക്കും. യൗവനത്തിൻ്റെ നിറവിലായിട്ടായിരിക്കും അവർക്ക് സ്വർഗപ്രവേശനം എന്നുള്ളത് അവരെ പിന്നെ അറിയിച്ചു എന്നുള്ളതാണ്. ഇവിടെ ആ മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ആരോടാവശ്യപ്പെടുന്നത്? ഈ ഉലകത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ പടപ്പിനോട്. ഇതുപോലെ പല വിഷയങ്ങളിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, അവർ പറയാണ്, ലമ്മ റഅയ്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുയ്ബ നഫ്സിൻ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ലൊരു മൂഡിലിരിക്കുകയാണ്, നല്ലൊരു അവസ്ഥയിൽ, നല്ലൊരു മൂഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ ലി, തിരുദൂതരെ എനിക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ അള്ളാഹിനോട് ദുആ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അപ്പോൾ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് അല്ലാഹുമ്മ ഇഗ്ഫിർ ലി ആയിഷത മാ തഖദ്ദമ മിൻ ദംബിഹ വമാ തഅഖർ വമാ അസറത് വഅലനത് എന്ന് ദുആ ചെയ്തു. എന്താ ദുആ? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇഗ്ഫിർ ലി ആയിഷത, നീ ആയിഷക്ക് പുറത്തു കൊടുക്കണമേ.
മാ തഖദ്ദമ മിൻ ദംബിഹ വമാ തഅഖർ, അവരുടെ കഴിഞ്ഞുപോയ തെറ്റുകളും വരാനിരിക്കുന്ന തെറ്റുകളും. വമാ അസറത്ത് വ അലനത്ത്, അവർ പരസ്യമായി ചെയ്തതും രഹസ്യമായി ചെയ്തതും ഒക്കെ പുറത്തു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് ദുആ ചെയ്തത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആലയെ കുറിച്ച് പറയാണ്, ഫദഹികത് ഹത്താ സഖത റഅസുഹാ ഫീ ഹിജ്രിഹ എന്നാണ്. ആ ദുആ കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു തആല ചിരിച്ചു. എത്രത്തോളം ചിരിച്ചു? അവരുടെ തല അവരുടെ മടിയിൽ കുത്തോളം ചിരിച്ചു എന്നാണ്. എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന പറഞ്ഞപ്പോൾ അവരുടെ തെറ്റുകൾ പൊറുക്കാൻ വേണ്ടിയിട്ടാണ് ദുആ ചെയ്തത്, കുറ്റങ്ങൾ മാപ്പാക്കാൻ. അപ്പോൾ അതിൽ അവരെന്ത് ചെയ്തു? ചിരിച്ചു, അവരുടെ തല മടിയിൽ കുത്തോളം ചിരിച്ചു എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്, യാ ആയിഷ അമാ യസുറുക ദുആഇ, ആയിഷ എൻ്റെ ദുആ നിങ്ങൾക്ക് രസിച്ചില്ലേ, നിങ്ങൾക്ക് പിടിച്ചില്ലേ, തൃപ്തിയായില്ലേ? അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, മാലി ലാ യസുറുനി ദുആഉക, അങ്ങയുടെ ദുആ പിടിക്കാതിരിക്കാൻ രസിക്കാതിരിക്കാൻ എനിക്കെന്ത് പറ്റി? എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുബന്ധം പറഞ്ഞു, യാ ആയിഷ ഇന്നഹ ലദഅവതി ലി ഉമ്മതി ഫീ കുല്ലി സലാത്തിൻ, ഈ ദുആയാണ് എൻ്റെ എല്ലാ നിസ്കാരങ്ങളിലും എൻ്റെ ഉമ്മത്തികൾക്ക് വേണ്ടിയുള്ള ദുആ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ദുആ ചെയ്തത്? ആ ദുആയാണ് എൻ്റെ ഉമ്മത്തികൾക്ക് എൻ്റെ എല്ലാ നിസ്കാരത്തിലുമുള്ള ദുആ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയെ ഉണർത്തി എന്നാണ്. ഇവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ ലി, അങ്ങ് അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യൂ എന്ന് ആവശ്യപ്പെട്ടതാണ് നമ്മുടെ വിഷയം. ഇതേപോലെ ഉദാഹരണങ്ങൾ നമ്മൾ പലത് വായിക്കുന്നു ചരിത്രത്തിൽ. അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടത് ആരോട് ദുആ ചെയ്യാൻ? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യാൻ. ഒരിക്കൽ വിശുദ്ധ മദീനയിൽ അൻസാരികൾ, അവർക്ക് ജീവിത പ്രാരാബ്ദം, പ്രയാസം, പല വിഷയങ്ങളിൽ. അതിലൊന്നായിരുന്നു ഷഖ്ഖ അലൈഹിമുൻ നവാദിഹ് എന്നാണ്. അവർ കർഷകരാണ്, കൃഷിക്കാരാണ്. അൻസാരികൾ പ്രത്യേകിച്ച് ഈത്തപ്പന കൃഷിക്കാരാണ്. അപ്പോൾ ഈത്തപ്പനക്ക് വെള്ളം തേകണം. പക്ഷെ അവർക്ക് വെള്ളം തേകാനുള്ള കാലികൾ, ഒട്ടകങ്ങൾ, അത് ഏറെ ക്ലേശകരായി. അപ്പോൾ എന്ത് ചെയ്തു? ഹദീസിൽ കാണാം, ഫജ്തമഉ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജ്രിയ ലഹും നഹ്റൻ സൈഹൻ. അൻസാരികളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരുമിച്ച് കൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഒരു നഹ്റൻ സൈഹൻ ഒഴുക്കാൻ, നഹ്റൻ സൈഹൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കൃഷിസ്ഥലത്തേക്ക് ഒരു ജലപ്രവാഹം, ഒരു കനാൽ തീർക്കുന്നതിന് വേണ്ടി, അതിനാണ് അവർ ഒരുമിച്ച് കൂടിയത്. അപ്പോൾ അൻസാരികളൊക്കെ ഒരുമിച്ച് കൂടിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മർഹബൻ ബിൽ അൻസാർ, അൻസാരികൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് അവരെ സ്വീകരിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ലാ തസ്അലൂനി ശൈഅൻ അൽയൗം ഇല്ലാ അഅതൈതുകുമൂഹു വഅന അസ്അലുല്ലാഹ ലക്കും ശൈഅൻ ഇല്ലാ അഅതാനീഹി എന്നാണ്. അൻസാരികളെ, ഇന്ന് നിങ്ങൾ എന്ത് എന്നോട് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്കത് തരും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അത് എനിക്ക് തരും. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാനത് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു അത് എനിക്ക് കനിയും, തരും. അതുകൊണ്ട് എന്താണ് അൻസാരികളെ നിങ്ങൾക്ക് വേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാട്. എന്താ അൻസാരികൾ, എന്താ അവരുടെ ആവശ്യം? അവരുടെ ആവശ്യം അവരുടെ കൃഷിയിടത്തിലേക്കുള്ള വെള്ളമാണ്. അവർ ജീവിത പ്രാരാബ്ദമുള്ളത് കൊണ്ടല്ലേ ഈ വിഷയമായിട്ട് വന്നത്.
പക്ഷേ അൻസാരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ഈ അറിയിപ്പ് കിട്ടിയപ്പോൾ അവരന്യോന്യം പറയുകയാണ്, ഇഗ്തനിമൂഹ ഫത്ലുബുൽ മഗ്ഫിറ, അല്ലെങ്കിൽ ഫജ്അലൂഹ ലിൽ മഗ്ഫിറ. ഇഗ്തനിമൂഹ, ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഇത് നമുക്ക് ഒരു സുവർണ അവസരമാണ്, നമുക്ക് ഉപയോഗപ്പെടുത്താം. എന്തിനുപയോഗപ്പെടുത്താം? നമുക്ക് ഇത് മഗ്ഫിറത്തിന് വേണ്ടിയാക്കാം എന്നാണ് അവർ പറഞ്ഞത്. നമ്മുടെ പാപം പൊറുക്കാൻ, തെറ്റുകൾ മായ്ക്കാൻ നമുക്ക് ഈ അവസരത്തെ ആക്കാം എന്നവർ തീരുമാനിച്ചു. എന്നിട്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാനും, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ഉദ്ഉല്ലാഹ ലനാ ബിൽ മഗ്ഫിറ. തിരുദൂതരെ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുവീൻ. ഇതാണ് അവരാവശ്യപ്പെട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഈ ദുനിയാവിൽ എന്തൊക്കെ അവർക്ക് വേണം? എത്ര പ്രയാസത്തിലും ക്ലേശത്തിലുമാണ് അവർ ഉള്ളത്. വിശുദ്ധ മദീന എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാലാവസ്ഥ അല്പം ക്ലേശകരാണ്. എന്തൊക്കെ ദുനിയാവ് അവർക്ക് വേണം, പക്ഷെ അവർ അതൊന്നും ആവശ്യപ്പെട്ടില്ല. അവർ കൂടിയാലോചന നടത്തിയിട്ട് ഇതൊരു സുവർണാവസരമാണ്, നമുക്ക് മഗ്ഫിറത്തിന് വേണ്ടി, പാപം പൊറുക്കാൻ വേണ്ടിയിട്ട് ഈ അവസരത്തെ മാറ്റാം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഉദ്ഉല്ലാഹ ലനാ ബിൽ മഗ്ഫിറ. അള്ളാഹിനോട് മഗ്ഫിറത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് തേടീൻ എന്നാണ് പറഞ്ഞത്. തിരുദൂതരോട് അള്ളാഹുവിനെ വിളിക്കാൻ പറയാണ്, തങ്ങളുടെ മഗ്ഫിറത്തിന് വേണ്ടി, പാപം പൊറുക്കുന്നതിന് വേണ്ടി. നോക്കൂ നിങ്ങൾ, എത്ര എത്ര നല്ല മാതൃകകൾ. അബ്ദുല്ലാ ഇബ്നു ബുസ്ർ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് അബ്ദുല്ലാ ഇബ്നു ബുസ്റിൻ്റെ ഉപ്പയും ഉമ്മയും ഒരു ഭക്ഷണം ഒരുക്കി. ആ ഭക്ഷണത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് അബ്ദുള്ളയെ പറഞ്ഞയച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വീട്ടിൽ വന്ന് വിരുന്ന് തിന്ന ഒരു ചരിത്രമാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിച്ച് കാരക്കൊക്കെ ഭക്ഷിച്ച് അബ്ദുള്ള കുട്ടിയാണ്. ആ കുട്ടി പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിക്കാൻ എന്നെ പറഞ്ഞയച്ചു. ക്ഷണിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഞാൻ വന്നപ്പോൾ വീട്ടുമരത്തേക്ക് വാപ്പയും ഉമ്മയും ഇറങ്ങി വന്ന് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവർ ഭക്ഷണം നൽകി, കാരക്ക നൽകി. കുട്ടി പറയാണ്, അബ്ദുള്ള പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരക്ക തിന്ന് അതിൻ്റെ കുരു രണ്ട് വിരലുകൾക്കിടയിൽ ഇങ്ങനെ, വിരലുകൾക്കിടയിലേക്ക് ആ കുരു തുപ്പി അതിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലത്തേക്ക് വെച്ചു എന്നാണ്. അതുവരെ അദ്ദേഹം മനസ്സിൽ പകർത്തി. എന്നിട്ട് അബ്ദുള്ള പറയാണ്, ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉപ്പ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഉദ്ഉല്ലാഹ ലനാ. തിരുദൂതരെ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യൂ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യൂ. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും. അതാണ് ആ ദുആ. തിരുദൂതരെ, ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യൂ എന്ന് അബ്ദുള്ളൻ്റെ ഉപ്പ ബുസ്ർ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും, അല്ലാഹുവേ, ഇവർക്ക് നീ അന്നമായി കനിഞ്ഞതിൽ അവർക്ക് ബർക്കത്ത് അരുളണമേ, വഗ്ഫിർ ലഹും വർഹംഹും, ഇവർക്ക് നീ പുറത്തു കൊടുക്കണമേ, അവരോട് കരുണ കാണിക്കണമേ എന്ന് ദുആ ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിൽ നിന്ന് മടങ്ങിയെന്നാണ്. ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം തന്നവർക്ക് വേണ്ടിയിട്ടുള്ള ദുആ കൂടിയാണിത്. അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും. നമ്മളിങ്ങനെ ദുആ ചെയ്യണം. മറ്റുള്ളവർ ഭക്ഷണത്തിന് ക്ഷണിച്ച് ഭക്ഷണം തന്നിട്ടുണ്ടെങ്കിൽ അത് കഴിച്ച് എഴുന്നേറ്റ് പോകുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ദുആയാണത്. നമ്മളെ ക്ഷണിച്ചവർ, വിളിച്ചവർ, നമുക്കൊരുക്കിയവർ, അവർക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും എന്നുള്ള ദുആ. ഞാനിത് പറഞ്ഞത്, ഈ ചരിത്രങ്ങളൊക്കെ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, അൻസാരികൾ മഗ്ഫിറത്തിന് വേണ്ടി തേടാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ അൻസാർ വലി അബ്നാഇൽ അൻസാർ വലി അബ്നാഇൽ അൻസാർ എന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്തത്. ലോകത്തിൻ്റെ നേതാവാണ്, അഷ്റഫുൽ ഖൽഖാണ് തങ്ങളുടെ മുന്നിലുള്ളത്. തങ്ങളുടെ ഈ ആവശ്യങ്ങളൊക്കെ ആ റസൂലിനോടല്ല അവർ ആവശ്യപ്പെടുന്നത്, പിന്നെയോ അത് അള്ളാഹുവിനോട് തേടാൻ
അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് തേടുന്ന, അള്ളാഹുവിനോട് കേഴുന്ന ചരിത്രമാണ്. ഇതൊക്കെ ചില ഉദാഹരണങ്ങൾ മാത്രം. ഇതുപോലത്തെ എത്രയെത്ര സംഭവങ്ങൾ. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അവനാണ് നമ്മുടെ ദുആ അർഹിക്കുന്നവൻ. ആ റബ്ബിനോട് കേഴാൻ, കരയാൻ നമ്മൾ അവസരം കാണണം. വിശിഷ്യ നമ്മൾ നോമ്പുകാരായിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഒരു ആരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സിൻ്റെ നല്ല മുറാദുകൾ നമുക്ക് നേടിത്തരുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നമ്മുടെ സമയങ്ങളിൽ നമ്മുടെ ഏറ്റവും നല്ല സമയം നമ്മുടെ അവസാനത്തെ സമയമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദുനിയാവിലെ നമ്മുടെ കർമ്മങ്ങളിൽ നമ്മളിൽ നിന്ന് അള്ളാഹ്ക്ക് ഏറ്റവും പ്രീതിപ്പെട്ട കർമ്മം നമ്മുടെ അവസാനത്തെ കർമ്മമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ മരണപ്പെടാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഇണകളിലും മക്കളിലും ഇരുലോകത്തും നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമേറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കളെയും നമ്മെയും ഇരുലോകത്തും ആദരിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.